الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തിപൂർവം ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ ദാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ എണ്ണിപ്പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത് മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ ജാറു സ്വാലിഹ്, ഏറ്റവും നല്ല ഒരു അയൽക്കാരൻ ഉണ്ടാവുക എന്നത്. വൽ മർക്കബുൽ ഹനീർ, ഏറ്റവും നല്ല ഒരു വാഹനം ഉണ്ടാവുക എന്നത്. വൽ മസ്കനുൽ വാസിയ, വിശാലമായ രൂപത്തിലുള്ള ഒരു താമസ സൗകര്യം ഉണ്ടാവുക എന്നത്. വൽ മർഅത്തു സ്വാലിഹ, അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള സ്വാലിഹത്തായ ഒരു ഇണയുണ്ടാവുക എന്നത്. ഇവിടെ വിവിധങ്ങളായ സൗഭാഗ്യങ്ങളെ എണ്ണിപ്പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒന്നാമതായി പറയുന്നത് അൽ ജാറു സ്വാലിഹ്, ഏറ്റവും നല്ല ഒരു അയൽക്കാരുണ്ടാവുക എന്നതാണ്. സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആളുകളാണ് അയൽക്കാർ എന്നുള്ളത്. ആ അയൽക്കാർ ഏറ്റവും നല്ലവരാണ് എങ്കിൽ നമുക്ക് സുരക്ഷിതരായി കൊണ്ട് ജീവിക്കുവാനും മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുവാനും
അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടും അതുപോലെ കുടുംബവുമെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പോകുവാനും എല്ലാം ഉപകരിക്കുന്നവരാണ്. അതുകൊണ്ട് അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, അൽ ജാറു ഖബ്ല ദാർ. വീടിന് മുമ്പ് അയൽക്കാരാണ് നോക്കേണ്ടത്. വീട് വെക്കുന്നതിന് മുമ്പ് ആ വീട് വെക്കാനുള്ള കാശ് നമ്മുടെ അടുക്കലുണ്ട്, നല്ല വിശാലമായ വീട് വെക്കാൻ കഴിയും, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, റോഡുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട് എങ്കിലും അവിടെ നോക്കേണ്ടത് അൽ ജാറു ഖബ്ല ദാർ. വീട് വെക്കുന്നതിന് മുമ്പ് അയൽക്കാരാരാണ് എന്നത് പരിശോധിക്കേണ്ടതാണ് എന്നത് ഒരു അറബി ആപ്തവാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ അയൽക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ വഅ്ബുദുല്ലാഹ്, അള്ളാഹനെ നിങ്ങൾ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കുവാൻ പാടില്ല, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും വേണം, വബിദിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ട ആളുകൾക്കും നന്മ ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറയുന്നു വൽ ജാരി ദിൽ ഖുർബ, ഏറ്റവും അടുത്ത ബന്ധുക്കളായ അയൽക്കാർക്കും നന്മ ചെയ്യണം. വൽ ജാരിൽ ജുനുബ്, അകന്ന അയൽക്കാർക്കും നന്മ ചെയ്യണം. വസ്വാഹിബി ബിൽ ജംബി, ഏറ്റവും അടുത്തുള്ള സഹവാസികൾക്കും നന്മ ചെയ്യണം. ഇപ്പൊ ഖുർആൻ നന്മ ചെയ്യേണ്ടുന്ന ഒരുപാട് വിഭാഗം ആളുകളെ എടുത്തു പറയുന്നതിന്റെ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ് ബന്ധുക്കളായ കുടുംബക്കാരായ കുടുംബബന്ധമുള്ള അയൽക്കാർ, കുടുംബബന്ധമില്ലാത്ത അയൽക്കാർ, ഇങ്ങനെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അയൽക്കാരുമായി 3 തരത്തിലുള്ള ബന്ധമുണ്ടാകും എന്നാണ്. ഒന്ന് ഹഖുൽ ജാർ, അയൽക്കാരനാണ് എന്ന നിലക്കുള്ള ബന്ധം മാത്രം. ആ ബന്ധം വളരെ സുദൃഢമായ ബന്ധമാണ്, വളരെ വിശാലമായ ബന്ധമാണ്, അത് പാലിക്കേണ്ടതാണ്. എന്നാൽ അതോടുകൂടി ഹഖുൽ മുസ്ലിം, മുസ്ലിമായ ഒരു അയൽക്കാരനുമായിട്ടുള്ള ബന്ധം, അവന് അയൽക്കാരനോടുള്ള ബാധ്യത അവനോട് നിർവഹിക്കേണ്ടതുണ്ട്. മുസ്ലിമാണ് എന്ന ബാധ്യത, അപ്പൊ 2 ബാധ്യത അവനുമായി വരുന്നുണ്ട്. മൂന്നാമത്തേത് ഹഖുസ്സില, കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയൽക്കാർ, അവരോട് 3 ബാധ്യതകൾ, കടമകൾ വരുന്നുണ്ട്. ഒന്ന് കുടുംബക്കാരാണ്, മുസ്ലിങ്ങളാണ്, അയൽക്കാരാണ്. ഈ 3 ബാധ്യത ആ ആളുകളോടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമായിട്ടുള്ളവരാണ് എങ്കിൽ അയൽക്കാരാണ്, മുസ്ലിമാണ് എന്ന ബാധ്യതയുണ്ട്. വെറും അയൽക്കാരാണ് എങ്കിൽ അയൽക്കാർ എന്ന വിശാലമായ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ വിശ്വാസികളായ നമ്മൾ നമ്മുടെ അയൽക്കാരോട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ്. അപ്പോഴാണ് നമ്മൾ ശരിയായ അർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയായി തീരുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ഒരു തിരുവചനം, മൻ അഗ്ലഖ ബാബഹു ദൂന ജാരിഹി മഖാഫതൻ അലാ അഹ്ലിഹി വമാലിഹി ഫലൈസ ദാലിക ബിമുഅ്മിൻ. ഒരാൾ തന്റെ അയൽക്കാരന്റെ മുമ്പിൽ തന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ് എങ്കിൽ അവൻ മഖാഫതൻ അലാ അഹ്ലിഹി വമാലിഹി, അവന്റെ സമ്പത്തിനെയോ അതല്ലെങ്കിൽ അവന്റെ കുടുംബത്തെയോ ഭയപ്പെട്ടുകൊണ്ട് അവൻ തന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഫലൈസ ദാലിക ബിമുഅ്മിൻ, അവൻ വിശ്വാസിയല്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മെ കൊണ്ട് മറ്റാർക്കെങ്കിലും ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാരണം കൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ, ആരുടെ കാരണം കൊണ്ടാണോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അവൻ വിശ്വാസിയല്ല. അവനൊരു പക്ഷേ 5 നേരം നമസ്കരിക്കുന്നവനാകാം, അവൻ നല്ല പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുന്നവനാകാം, മറ്റ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനാകാം, പക്ഷേ അവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് പഠിപ്പിക്കുന്നത് മുത്ത റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ നമ്മുടെ അയൽക്കാരന് നാം വേണ്ടപ്പെട്ടവനല്ല, നമ്മെ കൊണ്ട് ദ്രോഹമാണുള്ളത് എങ്കിൽ നാം മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുപോലെ വലൈസ ബിമുഅ്മിനിൻ മൻ ലം യഅ്മൻ ജാറുഹു ബവായിഖഹു,
തന്റെ അയൽപക്കക്കാരനായിട്ടുള്ള വ്യക്തി, കുടുംബം തന്റെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനായിട്ടില്ലയോ, അങ്ങനെയുള്ള ആളുകൾ മുസ്ലിങ്ങളല്ല. നമ്മുടെ ഉപദ്രവമാണ് നമ്മുടെ അയൽക്കാർക്കുള്ളത്. നമ്മെ കൊണ്ട് അവർക്ക് പലവിധത്തിലുള്ള ദോഷങ്ങളാണുള്ളത്. അവർ ഒരുപക്ഷെ നമ്മുടെ ഉപകാരത്തിൽ വരുന്ന വെള്ളമോ വെളിച്ചമോ വഴിയോ അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം മുടക്കമാണ്, തടസ്സമാണ്, എതിരാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ പ്രവാചകൻ പറയുന്നു, അവൻ മുഅ്മിനല്ല. അവൻ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടുണ്ടാകാം, അത് നാവ് കൊണ്ട് ആർക്കും പറയാൻ പറ്റുന്ന വാചകമാണ്. അത് ഉച്ചരിച്ചു എന്നതല്ലാതെ അവനെ കൊണ്ട് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ദോഷം തന്റെ അയൽക്കാരനുണ്ടാകുന്നുവെങ്കിൽ അവൻ മുഅ്മിനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുന്നു, അയൽക്കാരോടുള്ള കടമകൾ എന്താണെന്ന് നിനക്ക് അറിയാമോ? എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, നിന്നോട് അവർ വല്ല സഹായവും ചോദിച്ചാൽ അവരെ സഹായിക്കണം. വല്ല സഹായവും നിന്നോട് ആവശ്യപ്പെട്ടാൽ അവരെ നീ സഹായിക്കണം. നിന്നോട് അവർ കടം ചോദിച്ചാൽ അവർക്ക് നീ കടം നൽകണം. കടം ചോദിച്ചാൽ അവർക്ക് നീ കടം നൽകണം. ഇനി ഒരു പക്ഷേ ആ കൊടുത്ത കടം വീട്ടാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായാൽ, നീ അത് സഹിക്കുവാൻ കഴിവുള്ളവനുമാണ് എങ്കിൽ അവൻ നീ വിട്ടുകൊടുക്കണം. ഒരുപക്ഷെ അവധികൾ നീട്ടിക്കൊടുക്കുന്ന സമയമുണ്ടാകാം. പറഞ്ഞ സമയം വന്നു, അവനൊരു പക്ഷേ ആ സമയത്ത് വന്നു, വീണ്ടും അവധി ചോദിച്ചു, വീണ്ടും വന്നു. ആ സമയത്ത് ഒരു പക്ഷേ നിങ്ങളോടുള്ള കടം വീട്ടുവാൻ വേണ്ടി വേറെ എവിടെ നിന്നെങ്കിലും അയാൾ കടം വാങ്ങി വന്നതായിരിക്കാം. ഈ അവസ്ഥ നീ മനസ്സിലാക്കിയാൽ, എന്നോട് വാങ്ങിയത് ഇങ്ങോട്ട് വരട്ടെ, അതിങ്ങോട്ട് പോന്നോട്ടെ, അവൻ എവിടുന്നാ വാങ്ങിയത് ഞാൻ നോക്കണ്ടല്ലോ എന്ന ന്യായം പറയരുത്. നീ അത് അല്പം കൂടി സഹിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവന് നീ വീണ്ടും അവധി നീട്ടിക്കൊടുക്കണം. നീ അത് ഒഴിവാക്കി കൊടുക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ അങ്ങനെ ഒഴിവാക്കി കൊടുക്കണം. പ്രവാചകൻ മറ്റൊരു തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വതക്കയ്ക്ക് ഒരു കൂലിയാണുള്ളത്. ആ ഒരു കൂലി 10 മുതൽ 700 അതിനപ്പുറവുമുണ്ട്. 10 മുതൽ 700 അതിനപ്പുറവുമുണ്ട് സ്വതക്കയ്ക്കുള്ള കൂലി. എന്നാൽ അയൽക്കാരനായ വ്യക്തിക്ക് അങ്ങനെ കടം കൊടുക്കുന്നതിന് 2 കൂലിയാണുള്ളത് എന്ന്. കടം കൊടുക്കുന്നതിന് 2 കൂലിയാണുള്ളത്. സദക്കക്ക് 1 കൂലിയേയുള്ളൂ. കടം കൊടുക്കുന്നതിന് 2 കൂലിയുണ്ട്. കടം കൊടുക്കുക എന്ന പ്രതിഫലമുണ്ട്. ആ കടം കൊടുത്തതിന് ശേഷം അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നുണ്ട്. അങ്ങനെ 2 പ്രതിഫലമാണ് കടം കൊടുത്താൽ കിട്ടുന്നത്. അതുകൊണ്ട് അയൽക്കാരായ ആളുകൾ നിങ്ങളോട് കടം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കടം കൊടുക്കേണ്ടതുണ്ട്. രോഗിയായാൽ സന്ദർശിക്കണം. തൊട്ടടുത്ത് ചിലപ്പോൾ രോഗിയായി കിടക്കുന്ന ആളുകൾ ഉണ്ടാകും. ആ വീട്ടിലേക്കൊന്ന് കയറി നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അറിയപ്പെടുന്നവരോ മാന്യന്മാരോ പണക്കാരോ നേതാക്കന്മാരോ രോഗികളായിട്ടുണ്ടെങ്കിൽ പലവട്ടം നമ്മൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ടാകും. പക്ഷേ അയൽക്കാരന്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അവിടെ നമ്മൾ പോയിട്ടുണ്ടാവില്ല. എന്നാൽ ആ ബന്ധം ഏറ്റവും കൂടുതൽ പുലർത്തേണ്ടത് അയൽക്കാരന്റെ അടുത്താകുന്നു. അവന് വല്ല നന്മകളും ഉണ്ടായാൽ അവനെ നീ അഭിനന്ദിക്കണം. അവന് വല്ല നന്മയും ഉണ്ടായാൽ, അവന്റെ കുട്ടി SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി, അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു PSC ജോലി കിട്ടി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനുഗ്രഹം കിട്ടി, അങ്ങനെ കിട്ടിയാൽ അവരെ എന്ത് ചെയ്യണം? അഭിനന്ദിക്കണം. പക്ഷെ നമ്മളെ മനസ്സിലേക്ക് അതല്ല, അസൂയയാണ് കടന്നു വരിക. ഓന് കിട്ടിയത് കണ്ടില്ലേ, അല്ലെ അങ്ങനെ കണ്ടില്ലേ, എങ്ങനെ കണ്ടില്ലേ, അതല്ലേ ഇപ്പൊ ആർക്കാ കിട്ടാത്തത് എന്ന് തോന്നുന്ന വിധത്തിൽ നിസ്സാരമാക്കി കളയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മുടെ അയൽക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ ആ നേട്ടത്തിൽ അവരെ അഭിനന്ദിക്കണം എന്ന് പ്രവാചകൻ പറയുന്നു. വല്ല പ്രയാസവും അവർക്കുണ്ടായാൽ, രോഗം ബാധിച്ചു, കഷ്ടപ്പാട് ബാധിച്ചു, ദാരിദ്ര്യം ബാധിച്ചു, അങ്ങനെ വല്ലതും ഉണ്ടായാൽ നീ അവരെ ആശ്വസിപ്പിക്കണം. നീയാണ് ആദ്യമായി അവരെ ആശ്വസിപ്പിക്കാൻ അവിടെ എത്തേണ്ടത്. രോഗമായാൽ അവരുടെ അടുക്കലെത്തേണ്ടത്, ആശ്വസിപ്പിക്കേണ്ടത്, അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എല്ലാം അയൽക്കാരനായ നീയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു.
മരിച്ചാൽ അവന്റെ ശേഷക്രിയകളിൽ മുഴുവനും നീ എപ്പോഴും അവിടെ നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. അതുപോലെ നീ നിന്റെ കെട്ടിടത്തിന്റെ വലിപ്പം കൂട്ടരുത്. എന്നിട്ട് അവന്റെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരം തടയുന്ന വിധത്തിൽ നീ നിന്റെ വീടിന്റെ കെട്ടിടത്തിന്റെ എടുപ്പിന്റെ വലിപ്പം കൂട്ടരുത്. ഇതിനി അവന്റെ അനുമതിയോട് കൂടിയിട്ടല്ലാതെ. ഒരു ഭാഗത്തു നിന്നാണ് അവന്റെ വീട്ടിലേക്ക് വെളിച്ചമുള്ളത്, വായു സഞ്ചാരമുള്ളത്. നീ അവിടെ അടച്ചു കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടോ അവന്റെ അനുമതിയില്ലാതെ നീ അവിടെ അവന്റെ വെളിച്ചത്തിന് കാറ്റിന് തടസ്സമായി മാറുവാൻ പാടില്ല. നിന്റെ ചട്ടിയിൽ നിന്നുള്ള പൊരിച്ചതിന്റെ വറുത്തതിന്റെ വാസന കൊണ്ട് അവരെ നീ ഉപദ്രവിക്കരുത്. അതിൽ നിന്ന് അല്പം അവർക്ക് നൽകിയിട്ടല്ലാതെ. എന്റെ വീട്ടിൽ ബിരിയാണിയാണ്, നെയ്ച്ചോറാണ്, പൊരിച്ചതാണ്, കരിച്ചതാണ്. പക്ഷെ അയൽപക്കത്തെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുകയാണ്. അവർക്കിതൊക്കെ ആവശ്യമുണ്ട്, അവർക്കിതൊക്കെ ആഗ്രഹമുണ്ട്. നിന്റെ വീട്ടിലെ ഈ നല്ല സുഭിക്ഷമായ ആഹാരങ്ങൾ ഉണ്ടാക്കി നീ കഴിക്കുകയല്ല വേണ്ടത്, അവർക്കും അതിൽ നിന്ന് നീ നൽകേണ്ടതുണ്ട്. നീ വല്ല ഫ്രൂട്ട്സും വാങ്ങിയാൽ, വല്ല പഴങ്ങളും വാങ്ങിയാൽ അവർക്കും കൂടി കൊടുക്കണം. കുറച്ച് അയൽക്കാരായ ആളുകൾക്ക് നീ അല്പം നൽകണം. ഇനി നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ചിലപ്പോ ഫ്രൂട്ട്സിന് നല്ല വിലയുള്ള സമയമായിരിക്കും. ഒരു കിലോ ആപ്പിളിന് 150-170 രൂപ വില വരുമ്പോ ഒരു 3 കായ ഒക്കെ ഉണ്ടാകുക 1 കിലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് പോകുമ്പോ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. പക്ഷേ നീ അവിടെ എന്ത് ചെയ്യണം? രഹസ്യമായി കൊണ്ടുപോകണം. അത് അയൽവക്കക്കാർ കാണുന്ന വിധത്തിൽ നീ കൊണ്ടുപോകരുത്. അതവർ കാണാത്ത വിധത്തിൽ പൊതിഞ്ഞുകൊണ്ടാകണം നീ കൊണ്ടുപോകേണ്ടത്. എന്നിട്ടോ നിന്റെ കുട്ടികൾ ആ കൊണ്ടുപോയ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതുമായി അത് കടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ബാക്കി തൊലിഭാഗങ്ങൾ പുറത്തേക്ക് എറിയുന്നതോ അയൽക്കാരായ ആളുകൾ കണ്ടുകൊണ്ടാകരുത്. ആ കുട്ടികൾ കണ്ടുകൊണ്ടാകരുത്. കാരണം അവർക്ക് വിഷമുണ്ടാകും. ഇത്ര രൂപത്തിലുള്ള ഒരു ബന്ധം, അയൽപക്ക ബന്ധത്തിൽ ലോകത്തേത് മതങ്ങളാണ്, ലോകത്തേത് സിദ്ധാന്തങ്ങളാണ്, ലോകത്തേത് പ്രത്യയശാസ്ത്രങ്ങളാണ് ഇത്രയും വിശാലമായ രൂപത്തിലുള്ള ഒരു അയൽപക്ക ബന്ധത്തെ പഠിപ്പിച്ചു തരുന്നത്? ഇതൊക്കെ പ്രാവർത്തികമാക്കിയാൽ അവർ, നാം പറഞ്ഞല്ലോ, ഒരു ബന്ധവുമില്ലാത്ത അയൽക്കാരായിരുന്നാൽ പോലും രക്തബന്ധത്തെക്കാൾ അടുത്ത് ഇടപഴകുന്നവരാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സമയത്ത് തടഞ്ഞു വെച്ചതാരാ? നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞതാരാ? നാട്ടുകാരായ ആളുകൾ, അയൽക്കാരായ ആളുകൾ. എന്തുകൊണ്ടാ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. വീട്ടുകാർക്ക് ആവശ്യമുണ്ട്, അയൽക്കാർക്ക് ആവശ്യമുണ്ട്, നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പോകരുത്, നിങ്ങൾ ഈ നാട്ടിന് ആവശ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ അയൽക്ക് ബന്ധങ്ങളിൽ, ഈ രംഗങ്ങളിലെല്ലാം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ഒരാൾ നിന്നുകൊണ്ട് പ്രവാചകനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് കുറേ നേരം സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. അദ്ദേഹത്തിന് തന്നെ തോന്നി, ഏതൊരു മനുഷ്യനാണ് ഇത് പ്രവാചകനെ ഇത്രയും നേരം നിർത്തി സംസാരിക്കുന്നത്? എന്നാ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിച്ചൂടെ? പ്രവാചകൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ? അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം, സംസാരം കഴിഞ്ഞ അയാൾ പോയി. സഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് അടുത്തു. എന്നിട്ട് പ്രവാചകരെ, ആരായിരുന്നു അത്, എന്തായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ചോദിച്ചു. ആരാ നിനക്കറിയോ? അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. നീ ഇങ്ങോട്ട് വരികയും സലാം പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ജിബ്രീൽ നിന്നോട് സലാം അടക്കുമായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത് നിനക്കറിയോ? അയൽക്കാരെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അവർക്ക് ഞാൻ അനന്തരാവകാശത്തിൽ നിന്ന് ആ ഓഹരി നൽകേണ്ടി വരുമോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി എന്നത് നാം സാധാരണ കേൾക്കുന്ന ആ തിരുവചനത്തിന്റെ അവസാന ഭാഗമാണ്.
ആദ്യ ഭാഗം ഇങ്ങനെയായിരുന്നു. ഒന്നിച്ച് പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാത്തും വന്നു നിന്നിട്ട് ഒരുപാട് സമയം ഈ വിഷയങ്ങൾ മുഴുവനും സംസാരിച്ച് അവസാനമാണ് ഇന്നഹു യുവരിസുഹു, എനിക്ക് അവർക്ക് ആ അനന്തരാവകാശം നൽകേണ്ടി വരുമോ എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു കൊടുത്തത്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു എത്രയെത്ര അയൽക്കാരാണ് തന്റെ അയൽക്കാരുമായി പരലോകത്ത് കടന്നു വരുന്ന ആളുകൾ. അയൽക്കാരും കൂടി ഇങ്ങനെ വരും. എന്നിട്ട് അവർക്ക് പറയാനുള്ളതാ യാ റബ്ബി ഹാദാ അഗ്ലഖു ബാബഹു ദൂനി ഫമനഅ മഅറൂഫഹു, പടച്ചോനെ എല്ലാ നന്മകളും എന്നിൽ നിന്ന് തടഞ്ഞവനാണ് ഇവൻ. എല്ലാ നന്മ, എനിക്കൊരു നന്മയും അവൻ അയൽക്കാരനാണ് എന്ന നിലയ്ക്ക് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായിട്ട് വരുമ്പോ അവന്റെ നന്മകൾ മുഴുവനും തടയപ്പെടുന്നു. അവിടെ നമ്മളും നമ്മുടെ അയൽക്കാരും അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. എന്നിട്ട് പരാതിയുമായി വരുന്നു. ആ പരാതി ശരിയാണെങ്കിൽ നമ്മുടെ നന്മകൾ വരെ തടയപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു മുഹ്സിനായി ജീവിക്കണം, നീ ഇഹ്സാൻ ചെയ്യണം, അയൽക്കാരായ ആളുകൾക്ക് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. അങ്ങനെ നീ മുഹ്സിനായി നന്മ ചെയ്യുന്നവനായി കൊണ്ട് ജീവിക്കണം. അപ്പൊ പ്രവാചകൻ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, എന്താണ് പ്രവാചകനെ മുഹ്സിൻ? ആ മുഹ്സിനാണോ അല്ലേ എന്ന് എങ്ങനെയാണ് അറിയുക? ഞാൻ ഇഹ്സാൻ ചെയ്തിട്ടുണ്ടോ, മുഹ്സിനാണോ എന്നത് എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയുന്നത് 5 നേരം പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നെങ്കിൽ നീ മുഹ്സിനാണ് എന്നല്ല, നീ ഒരുപാട് സദഖകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ മുഹ്സിനാണ് എന്നല്ല, 3 or 4 ഉംറ ചെയ്തിട്ടുണ്ട്, 4 or 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ മുഹ്സിനാണ് എന്നല്ല. ഇദാ സമീഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത, നിന്റെ അയൽക്കാർ നിന്നെ കുറിച്ച് പറയുന്നു നീ നല്ലവനാണ്, നീ നല്ലവനാണ്, നീ നന്മ ചെയ്യുന്നവനാണ് എന്ന് നിന്റെ അയൽക്കാർ നിന്നെ സംബന്ധിച്ച് പ്രസ്താവന നടത്തുന്നത് നീ കേട്ടാൽ നീ മനസ്സിലാക്കുക നീ നന്മ ചെയ്യുന്നവനാണ്. അയൽക്കാരുടെ സർട്ടിഫിക്കറ്റ്, ഒരു മേലപ്പ്, ഒരു കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. അവരവിടെ ഉണ്ടായാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായി ഇവിടെ കഴിയാം, അതുപോലെ തന്നെ അവരുടെ സഹായങ്ങൾ ഞങ്ങൾ ലഭിക്കും, എല്ലാവിധത്തിലുള്ള സൗഹൃദത്തിലും അവരുണ്ടാകും എന്ന് അവർക്ക് തോന്നേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് നമുക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവര് പറയാണ്, ഓ വല്ലാത്തൊരു ഉൽമാട്ടോലെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു ഗുണവും അവരെ കൊണ്ട് കിട്ടാനില്ല. മാത്രമല്ല എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം അതിരുകളിൽ പാര വെക്കാൻ പറ്റുമോ, ഏതെല്ലാം രൂപത്തിൽ തടസ്സം നിൽക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. അവരുടെ വീട്ടിലേക്ക് നല്ല സുന്ദരമായ റോഡുണ്ട്, വഴിയുണ്ട്, നല്ല രൂപത്തിൽ പോകാൻ. ഇവിടെയോ ഒരു മയ്യത്ത് കൊണ്ടുപോകാനുള്ള വഴി പോലുമില്ല. സ്ഥലമാണെങ്കിലോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എന്നിട്ടോ എന്റെ അയൽക്കാരന്റെ വീട്ടിലേക്ക് ഒരു വഴി പോലും നൽകിയിട്ടില്ല. അങ്ങനെയാണ്, ആ രൂപത്തിൽ ദോഷം ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് നിന്റെ അയൽക്കാർ നിന്നെപ്പറ്റി പ്രതിഫലിക്കുന്നത് എങ്കിൽ നീ മനസ്സിലാക്കുക, നീ തിന്മ ചെയ്യുന്നവനാണ്, നീ നന്മ ചെയ്യുന്നവനല്ല, നീ തിന്മ ചെയ്യുന്നവനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്, എന്റെ അയൽക്കാർ നല്ലവരാണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, എന്റെ അയൽക്കാർ നല്ലവരാണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ അയൽക്കാരോടുള്ള ബാധ്യതകൾ തീർക്കുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. അവരെ നന്നാക്കുന്നതിന് മുമ്പ് ഞാൻ നന്നാവുകയാണ് വേണ്ടത്, നമ്മൾ നന്നാവുകയാണ് വേണ്ടത്. എങ്കിൽ അവർ സ്വമേധയാ നന്നാവുന്നതാണ്. പ്രവാചകൻ പറഞ്ഞു, അയൽക്കാരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. അയൽക്കാരെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവൻ എന്നെയാണ് ദ്രോഹിക്കുന്നത്. നാം സാധാരണ കേൾക്കുന്ന ഒരു തിരുവചനമുണ്ട്. പ്രവാചകനോട് ഒരു സ്ത്രീ ഒരാളെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. ഒരു സ്ത്രീ നന്നായി നമസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരൊറ്റ ദുശ്ശീലം അവളുടെ അടുക്കലുണ്ട്. ഒരു ദുശ്ശീലം മാത്രമാണുള്ളത്. അവൾ അയൽക്കാരെ ഉപദ്രവിക്കുന്നുണ്ട്, അവർക്ക് ദ്രോഹം ചെയ്യുന്നുണ്ട്. പ്രവാചകൻ കാത്തു നിൽക്കാതെ പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്.
അവൾ നരകത്തിലാണ്. പ്രവാചകൻ പിന്നീട് കാത്തു നിൽക്കാതെ പറഞ്ഞ മറുപടിയാണ്, നന്നായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അയൽക്കാരെ ഉപദ്രവിക്കുന്നു, അവൾ നരകത്തിലാണ്. വേറൊരു സ്ത്രീയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ആ സ്ത്രീയോട് പറഞ്ഞു, വഇന്ന ഫുലാന യുദ്കറു അൻ ഖില്ലതി സിയാമിഹാ വസലാതിഹാ വതതസദ്ദഖു മിനൽ അഖിത്തി വലാ തുദി ജീറാനഹാ. അവൾ സാധാരണ നിർബന്ധമായ നമസ്കാരവും പിന്നെ കുറച്ചൊക്കെ നിസ്കാരവും അങ്ങനെയുള്ള നോമ്പും കാര്യമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷേ അയൽക്കാരുമായി നല്ല ബന്ധമാണ്. പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. അപ്പോ സ്വർഗ നരകങ്ങളുടെ അടിസ്ഥാനം പരിഗണിക്കുന്നിടത്ത് പോലും ഈ പരിഗണനകൾ നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഒരിക്കൽ പ്രവാചകൻ ഒരു യുദ്ധയാത്രയിൽ പ്രവാചകൻ പറയുകയാണ്, ലാ യസ്ഹബുനൽ യൗം മൻ ആദാ ജാറഹു. ഇന്ന് തന്റെ അയൽക്കാരന് വല്ല ബുദ്ധിമുട്ടും ഏൽപ്പിച്ചിട്ടുള്ളവൻ നമ്മളെ കൂടെ യുദ്ധത്തിന് പോരേണ്ടതില്ല, നമ്മളെ കൂടെ യുദ്ധത്തിന് പോരേണ്ടതില്ല. അപ്പൊ ഒരാൾ ഫഖാല റജുലുൻ മിനൽ ഖൗം, ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന ഖുൽതു ഫി അസ്രി ഹായിതി ജാരി, ഇന്ന് ഞാൻ എന്റെ അയൽക്കാരന്റെ മതിലിന്റെ അരികിൽ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ട് നബിയെ, എന്റെ അവസ്ഥ എന്താണ്? നബി പറഞ്ഞു, ഫഖാല ലാ തസ്റബനൽ യൗം, ഇന്നിന്റെ പോകണ്ട. അയൽക്കാരന്റെ മതിലിന്റെ ചുവട്ടിൽ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ട്. അതാ പ്രവാചകൻ അത്ര ഗൗരവത്തോടു കൂടി അതിനെപ്പോലും കാണുന്നത്. എന്നിട്ട് ഈ യുദ്ധയാത്രയിൽ എന്നോടുകൂടെ പോരേണ്ടതില്ല എന്ന് പ്രവാചകൻ അയാളോട് പറയുകയാണ്. അതുപോലെ നമ്മുടെ സ്വത്ത്, ഒരു വസ്തു വിൽപ്പന നടത്തുകയാണ് എങ്കിൽ അത് ആദ്യം ചോദിക്കേണ്ടത് ആരോടാണ്? പ്രവാചകൻ പഠിപ്പിക്കുന്നു, മൻ കാനത ലഹു അർദുൻ ഫഅറാദ അൻ യബിഅഹാ ഫൽയഅരിദ്ഹാ അലാ ജാരിഹി. ആർക്കെങ്കിലും തന്റെ സ്വത്തുക്കൾ വിൽക്കണം എന്ന ഒരാഗ്രഹമുണ്ട് എങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് അയൽക്കാരായ ആളുകളോടാണ്, അവരോടാണ് അന്വേഷിക്കേണ്ടത്. അവർക്ക് ആവശ്യമുണ്ടോ, നാട്ടിലുള്ള നാം ഉദ്ദേശിക്കുന്ന വില അവർ നൽകുന്നുണ്ടോ എങ്കിൽ അവർക്കാണ് ആ സ്വത്ത് നൽകേണ്ടത്. അങ്ങനെയാണ് ആ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്യാൻ വേണ്ടി, സ്വതക്ക ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വന്നപ്പോ അതൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പ്രത്യേകം ചോദിക്കുകയാണ്, അഹുദൈതും ലിജാരിനാ അൽ യഹൂദി, നമ്മുടെ അയൽക്കാരനായ ആ ജൂതന് കൊടുത്തോ? അയൽക്കാരനായ ആ ജൂതന് കൊടുത്തിട്ടുണ്ടോ എന്നത് പ്രത്യേകം അന്വേഷിക്കുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, അത് കൊടുത്തിട്ടുണ്ടാവോ എന്ന്, അദ്ദേഹം കൊടുത്തിട്ടുണ്ടാകും എന്ന് ഏകദേശം അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് കൂടി ഉറപ്പ് വരുത്തുകയാണ് അയൽക്കാരനായ ആളുകൾക്ക് അത് നൽകിയിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ വിശാലമായി കൊണ്ട് അയൽപക്ക ബന്ധങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയും ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രാധാന്യവും മഹത്വവും ഈ രംഗത്ത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഇത്രയും പ്രാധാന്യത്തോടുകൂടി മഹത്വത്തോടുകൂടി ഈ മേഖലയെ നമ്മൾ കാണുന്നുണ്ടോ എന്ന്. പണ്ട് കാലത്ത് കുറേയൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് ചകിരിയിൽ തീക്ക് വേണ്ടി അടുത്ത വീടുകളിലേക്ക് പോവുകയും തീ വാങ്ങിക്കൊണ്ടുവരുന്ന അവസ്ഥകളും മണ്ണെണ്ണ തീർന്നു പോകുന്ന അവസ്ഥകളും ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വലിയ വൻമതിലുകളെ കൊണ്ട് അതെല്ലാം മാറ്റപ്പെട്ടു പോയിരിക്കുന്നു. ആ വൻമതിലുകൾ നമ്മുടെ മനസ്സുകളിലും ഉണ്ടായി തീർന്നിരിക്കുന്നു. അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആൾ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ദുർഗന്ധം വമിച്ചതിന് ശേഷമാണ് അയൽക്കാരും നാട്ടുകാരും അറിയുന്നത് എന്നത് പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തയാണ്. ഒരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ഫ്ലാറ്റ് ജീവിതങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം സമൂഹത്തിന്റെ പരിഷ്കാരങ്ങളായി കടന്നു വന്നപ്പോ അയൽക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അയൽക്കാരുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക, ശക്തിയുള്ളതാക്കുക. അത് വെറും അയൽക്കാർ എന്ന നിലക്കായിരുന്നാലും, അയൽക്കാരും മുസ്ലിങ്ങളും എന്ന നിലക്കായിരുന്നാലും,
അയൽക്കാരും മുസ്ലിങ്ങളും ബന്ധുക്കളും എന്ന നിലക്കായിരുന്നാലും ആ നിലക്കുള്ള ബന്ധങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കുക. അതല്ലെങ്കിൽ ആഖിറത്തിൽ വളരെ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക എന്ന കാര്യം ഗൗരവത്തോടുകൂടി നാം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചിന്തകളിലൂടെ അയൽപക്ക ബന്ധം സുദൃഢമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി താനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം, അൽ ഈമാനു ഖൗലുൻ വ അമലുൻ വ നിയ്യത്തുൻ ലാ യജ്സി വാലിദുൻ മിൻ സലാത്തിൻ ഇല്ലാ ബില്ലാഹ്. ഈമാൻ എന്നത്, നമ്മളൊക്കെ ഈമാൻ ഉൾക്കൊണ്ടവരാണ്. ഈമാൻ എന്നത് ഖൗലും അമലും നിയ്യത്തുമാണ്. ഖൗലുണ്ട്, അതിൽ നമ്മൾ ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമുക്കറിയാം. പിന്നെ അമല് വേണം, ആ പറഞ്ഞാൽ മാത്രം പോരാ, അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ പോരാ, അത് ചെയ്യുമ്പോൾ അതിന്റെ നിയ്യത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് മൂന്നും ചേർന്ന് വന്നിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യമല്ല എന്നാണ്. നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഓരോ കർമ്മത്തിലും ഓരോ കാര്യങ്ങളിലും അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. അത് അതിനനുസരിച്ച് കൊണ്ട് തന്നെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിന്റെ നിയ്യത്തും വളരെ പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാവുകയും വേണം. അതിനാൽ മറ്റാർക്കോ വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് ഞാനൊരു മുഅ്മിനായത് എന്ന ചിന്തയുണ്ടാവുകയും ഈ ഖൗലും അമലും നിയ്യത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ താലോലിച്ച, ഞങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാൻ. അവർ മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ദുനിയാവിനോട് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഭാര്യ ഭർത്താക്കന്മാരും സ്നേഹജനങ്ങളും വിശ്വാസിനികളും എല്ലാവരും റബ്ബേ ഒറ്റക്കാണ്. അവർക്ക് നീ തുണയാകണമേ റബ്ബേ. അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് തുണയാവണമേ റബ്ബേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നീ നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ ബിസിനസ്സുകളിലെല്ലാം നീ ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.